يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلم أمة سيدنا ومولانا محمد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വർഗ്ഗത്തിൽ നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, സ്നേഹിച്ചിരുന്ന, സഹായിച്ചിരുന്ന, ഭക്ഷണം നൽകിയിരുന്നവർ, പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ അവരുടെയൊക്കെ ബർസഖിയായ ലോകം നീ നന്മയിലാക്കണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമൊക്കെയായി വിശ്രമിക്കുന്നവരുണ്ട്. ബൈപ്പാസ് സർജറി കഴിഞ്ഞ ആളുകൾ, അതിൻ്റെ ട്രീറ്റ് ചെയ്യുന്ന ആളുകൾ, പല ആളുകളും ദുആ കൊണ്ട് പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അവരുടെയൊക്കെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. വിശുദ്ധമായ റമളാൻ ഷരീഫിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വിശുദ്ധ റമളാൻ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരവും തിന്മകളിൽ നിന്നെല്ലാം മാറി നിന്ന് അല്ലാഹുവിലേക്ക് അടുക്കാൻ അല്ലാഹു പ്രത്യേകം തയ്യാർ ചെയ്ത ഒരു മാസമാണ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യും എന്ന് നബിതങ്ങൾ വിശേഷിപ്പിച്ച വിശുദ്ധമായ റമളാൻ. ഈ വിശുദ്ധ റമളാനിന് എന്തുകൊണ്ടാണ് ഇത്ര മഹത്വമുണ്ടായത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റമളാനിന് മഹത്വമുണ്ടാവാൻ കാരണം ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം, അവതരണീയമായ മാസം, അത് റമളാനായി അല്ലാഹു തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഷഹ്റു റമളാൻ, റമളാൻ മാസമാകുന്നത്. അല്ലദീ, എങ്ങനെയുള്ള റമളാൻ മാസമാണ്? ഉൻസില ഫീഹിൽ ഖുർആൻ, ആ റമളാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നത് വിശുദ്ധ ഖുർആൻ റമളാനിന്റെ വളരെ മഹത്വമുണ്ടാവാനുള്ള ഒരു കാരണമായി മഹാന്മാർ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഇനി ഖുർആൻ ഈ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു മാസത്തിന് ഇത്രത്തോളം മഹത്വമുണ്ടെങ്കിൽ ആ ഖുർആൻ എന്താണ്? ഖുർആനിന്റെ പ്രത്യേകത എന്താണ്? ഖുർആൻ തുടർന്ന് പറയുന്നത് ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന, നന്മയും തിന്മയും വേർതിരിച്ച് വ്യക്തമാക്കി കൊടുക്കുന്ന, ജനങ്ങളെ യഥാർത്ഥത്തിൽ എവിടെയാണോ എത്തിക്കേണ്ടത്, അല്ലാഹ് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിച്ച് അല്ലാഹ് ഇഷ്ടപ്പെട്ടതുപോലെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന ആ സുന്ദരമായ ആ ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് വിശുദ്ധമായ റമളാൻ. രണ്ട് കാര്യങ്ങൾ ഇതിലൂടെ പറയുന്നു. റമളാനിന് ഒരുപാട് മഹത്വമുണ്ട്. ആ റമളാനിന് മഹത്വം ഉണ്ടാവാനുള്ള കാരണം പറയുന്നത് ഖുർആനാണ്. ആ ഖുർആനിന്റെ ലക്ഷ്യം മനുഷ്യനെ സന്മാർഗത്തിലേക്ക് കൊണ്ടുപോവുക, നന്മയും തിന്മയും വേർതിരിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഖുർആനാണ്. നന്മയേത് തിന്മയേത് എന്ന് മനസ്സിലാക്കി മനുഷ്യർ ആ രീതിയിൽ ജീവിക്കുക എന്നതാണ് ഖുർആനിന്റെ സന്ദേശം. അപ്പൊ ആകത്തുകയായി എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്? വിശുദ്ധ റമളാൻ മനുഷ്യനെ സന്മാർഗത്തോടുകൂടെ ജീവിക്കാൻ എന്താണോ ചെയ്യേണ്ടത് എങ്കിൽ അത് ചെയ്യാനുള്ള ഒരു മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില ഹദീസുകളും കൂടെ അങ്ങോട്ട് നമ്മൾ ചേർത്ത് വെക്കണം. നോമ്പ് എന്ന് പറയുന്നത് കേവലം ഭക്ഷണപാനീയങ്ങൾ മാത്രം കഴിക്കാതിരിക്കുക എന്നതല്ല. നമ്മുടെ നോമ്പ്, കണ്ണിന് നോമ്പുണ്ട്, നമ്മുടെ നാവിന് നോമ്പുണ്ട്, ചെവിക്ക് നോമ്പുണ്ട്, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ട്. നബി തങ്ങളുടെ ഒരു ഹദീസിൽ കാണാമല്ലോ ഒരു വചനം, ഒരു മനുഷ്യൻ അവന്റെ വാക്കുകൊണ്ട് മറ്റൊരാളെ ദ്രോഹിക്കുന്നത് ഒഴിവാക്കുന്നില്ല,
ഒരാളെ ചീത്ത പറയുന്നത് ഒരാൾ ഒഴിവാക്കുന്നില്ല എങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നു എന്നതല്ലാതെ അവന്റെ നോമ്പിന്റെ ഒരു ലക്ഷ്യവും നേടാൻ അവന് സാധിക്കുകയില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നോമ്പിന്റെ മർമ്മം ഈ ഒരു വിഷയം തന്നെയാണ്. സന്മാർഗത്തിലേക്ക് നയിക്കുന്ന നന്മയേത് ചീത്തയേത് എന്ന് നമുക്ക് പരിചയപ്പെടുത്തി തന്ന ആ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതാണ് ഖുർആൻ റമളാനിന്റെ മഹത്വമെങ്കിൽ ആ ഒരു ജീവിത പ്രക്രിയ ഈ റമളാനിലൂടെ നമ്മൾ സ്വായത്തമാക്കണം എന്നതാണ് ഖുർആനിന്റെ ഭാഷ്യം. മറ്റൊരായത്തിലൂടെ അല്ലാഹു ഇത് വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമു, നിങ്ങൾക്ക് നോമ്പിനെ ഫർളാക്കപ്പെട്ടു, കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പിനെ ഫർളാക്കപ്പെട്ടതുപോലെ. എന്തിന് നോമ്പ്? എന്തിന്? പട്ടിണിക്കിടാനോ നമ്മളെ പ്രയാസപ്പെടുത്താനോ കഷ്ടപ്പെടുത്താനോ അല്ല. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി. എന്താണ് തഖ്വ? നന്മകൾ ചെയ്യുക, തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുക. ടോട്ടൽ തഖ്വയുടെ നമുക്ക് മനസ്സിലാകുന്ന ഒരാശയമാണ്. വളരെ വിശാലമായിട്ടുള്ള ചർച്ച ചെയ്യേണ്ട ഒന്നാണ് തഖ്വ. എങ്കിലും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുക, നന്മ ചെയ്യാൻ ഒരു മനുഷ്യൻ തയ്യാറാവുക. ഈ ഒരു മാനസിക അവസ്ഥയിലേക്ക് ഓരോ മനുഷ്യനെയും പരിവർത്തനപ്പെടുത്തിയെടുക്കാനാണ് നോമ്പ്. ഖുർആൻ പറയും ഇതിനാണ് നോമ്പ്. തിന്മയിൽ നിന്ന് അകന്നു നിൽക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യും വേണം. അത് നോമ്പ് കൊണ്ട് ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മുടെ ഒക്കെ ജീവിതത്തിലൂടെ നോക്കിയാൽ മതി. ഇപ്പോ നോമ്പ് തുടങ്ങിയത് മുതൽ നമ്മുടെ ജീവിതക്രമം മാറി. മഗ്‌രിബിന്റെ സമയം നമ്മൾ മൈൻഡ് ചെയ്യാത്തൊരു സമയമാണ്. അതിന് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കാൻ തുടങ്ങി. നിസ്കാരത്തിൽ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഇമ്പോർട്ടന്റ് കൊടുക്കാൻ തുടങ്ങി. അതുവരെ നമ്മൾ കണ്ടിരുന്ന റീൽസുകളും മറ്റുമൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ചെറിയൊരു പരിവർത്തനം നോമ്പ് കൊണ്ട് നമ്മൾ നേടിയെടുത്തില്ലേ? ഇത് തന്നെയാണ് തഖ്വ. ഇങ്ങനെ തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് മനുഷ്യരെ എത്തിക്കുക എന്നതാണ്, ഇതിനാണ് നോമ്പ്. ഇതാണ് നോമ്പിന്റെ മർമ്മം എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് യൂട്യൂബിൽ കാണാം, നോമ്പ് അനുഷ്ഠിച്ചാലുള്ള ശാരീരികമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ, ആരോഗ്യപരമായിട്ട് നമുക്കുള്ളതായ ഒരുപാട് നേട്ടങ്ങൾ. മുസ്ലിം അല്ലാത്ത മറ്റു മതസ്ഥരായ ആളുകൾ പോലും ഈ നോമ്പ് കൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, ശാരീരികമായിട്ടുള്ള ഗുണങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരുപാട് വീഡിയോസുകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ അതിന്റെ ശാരീരികമായിട്ടുള്ള ഗുണങ്ങളാണ് എങ്കിൽ ഖുർആൻ ആ വിഷയമല്ല നമ്മൾ പറയുന്നത്. മനുഷ്യനായിട്ട് ജീവിക്കുക, സ്നേഹം, കരുണ, ദേഷ്യം, പക, വിദ്വേഷം, ഇതൊക്കെ ഒരു മനുഷ്യനിൽ നിന്ന് കുറക്കുക. ഇതാണ് മനുഷ്യന്റെ ധർമ്മം. ഇത് വരുമ്പോ അതിൽ നിന്നൊക്കെ ഈ ദുസ്വഭാവങ്ങളെയൊക്കെ മാറ്റി അവന്റെ മനസ്സിലേക്ക്, നബി തങ്ങൾ പറഞ്ഞല്ലോ, നിന്നെ ഒരാൾ ഇങ്ങോട്ട് വഴക്ക് പറഞ്ഞാൽ, നിന്നെ ഒരാൾ ഇങ്ങോട്ട് ചീത്ത വിളിച്ചാൽ, ഇന്നി സ്വാഇമുൻ, ഞാനൊരു നോമ്പുകാരനാണ് എന്ന് നീ അവനോട് വിനയത്തോടെ പറയണം എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിലൂടെ തന്നെയുണ്ട് എന്താണ് നോമ്പിന്റെ മർമ്മമെന്ന്. നമ്മുടെ സ്വഭാവ രീതികൾ, നമ്മുടെ സംസാരം, നമ്മുടെ അതുവരെയുള്ള എല്ലാ ദുസ്വഭാവങ്ങൾ, ഇതെല്ലാം മാറ്റി ആമാശയത്തിലേക്ക് വെള്ളം പോലും എത്താത്ത ആ ഒരു രീതി നീ സ്വീകരിക്കുമ്പോൾ നോമ്പ് കൊണ്ട് എന്താണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിനക്കെത്താൻ കഴിയും. ഈ രണ്ടായത്തുകളും ചേർത്തി വെക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാകുന്നത്. നോമ്പ് എന്തിന് എന്ന് ഖുർആന്റെ, എന്തിനാണ് നോമ്പ്? പട്ടിണി കിടക്കാനോ വിഷമിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ ആണോ? അല്ല. ലഅല്ലകും തത്തഖൂൻ,
തഖ്വയുള്ളവരാവാൻ വേണ്ടി ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരൊക്കെ ഈ ലോകത്ത് ദുആ ചെയ്ത ഒരു ദുആയുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ നീ മുത്തഖീങ്ങളിൽ പെടുത്തണേ, ഞങ്ങളെ നീ മുത്തഖീങ്ങളിൽ പെടുത്തണേ, മുത്തഖിയായി ജീവിപ്പിക്കണേ. എന്താണ് മുത്തഖി? തിന്മ ഏതെല്ലാം ഉണ്ടോ അതെല്ലാം ഒഴിവാക്കാനും നന്മ ഏതെല്ലാം ഉണ്ടോ അതെല്ലാം ചെയ്യാനുമുള്ള ഒരു മാനസികമായ അവസ്ഥ അതെനിക്ക് നൽകണമേ എന്നാണ് അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ എല്ലാ ദുആ ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് ഓരോ മനുഷ്യനെയും കൊണ്ടെത്തിക്കാനാണ് റമളാൻ. അതിനാണ് നോമ്പ്. അല്ലാഹു തആല ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ അതിന്റെ തൊട്ടടുത്തുള്ളതായ വരിയിലൂടെ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന ബാക്കി ഇങ്ങനെ വിശുദ്ധമായ റമളാൻ നല്ലതും ചീർച്ചയും വേർതിരിച്ചറിയുന്ന ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. ആ മാസമാണ് റമളാൻ. അതുകൊണ്ട് ജനങ്ങളെ, ഫമൻ ശഹിദ മിൻകുമുശ് ശഹർ, നിങ്ങളാരെങ്കിലും ആ മാസത്തിൽ സന്നിഹിതരായാൽ, പ്രസന്റ് ആയാൽ, ആ മാസത്തിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഫല്യസുംഹ്, അവൻ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ. വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദതും മിൻ അയ്യാമിൻ ഉഖർ. ഇനി ഒരാൾ യാത്രക്കാരനാണ് അല്ലെങ്കിൽ രോഗിയാണ് എങ്കിൽ അന്നേ ദിവസം അവന് നോമ്പനുഷ്ഠിക്കാൻ പ്രയാസമാണെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് അവൻ അതിനെ മാറ്റിവെക്കാം, മറ്റൊരു ദിവസത്തേക്ക് അവന് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു ഇങ്ങനെ പറയുന്നത് എന്നറിയുമോ? യുരീദുല്ലാഹു ബികുമുൽ യുസ്റ വലാ യുരീദു ബികുമുൽ ഉസ്ർ. നിങ്ങളെ കൊണ്ട് പ്രയാസം അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല, എളുപ്പത്തെയാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. രോഗിയായാലും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നീ അത് പിടിച്ചോളണം, അങ്ങനെയല്ല. അന്ന് നിനക്ക് നോൽക്കാൻ കഴിയാത്ത കഠിനമായ രോഗമുണ്ടോ എങ്കിൽ അന്ന് നീ ഒഴിവാക്കാം, മറ്റൊരവസരത്തിൽ നീ അതിനെ വീണ്ടെടുത്താൽ മതി എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഇതിന്റെ മർമ്മം നമ്മൾ നല്ലവരാവുക, മുത്തഖിയാവുക എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കാലഘട്ടം വളരെ നമുക്കറിയാം, വളരെ കാലഘട്ടം എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. നമുക്ക് ചീത്തയാവാനുള്ള എല്ലാ വഴികളും ഇന്ന് നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ചീത്തയാവാനുള്ള എല്ലാ വഴികളും ഒരാൾക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവനെ തന്നെ സൂക്ഷിക്കണം. ആലോചിച്ചു നോക്കുക, ഇപ്പോ വരുന്നതായ ടെക്നോളജീസുകൾ, ഓരോ രാജ്യത്തും നടപ്പിലാക്കപ്പെടുന്നതായ നിയമങ്ങൾ, എന്നിലും കൂടുതൽ ഒരുപക്ഷെ അറിവുള്ളവരായിരിക്കും അതിനെക്കുറിച്ച് നിങ്ങളൊക്കെ. നമുക്കറിയാലോ, എന്ത് വേണമെങ്കിലും എങ്ങനെയും ജീവിക്കാൻ പറ്റാവുന്ന നിയമ സംവിധാനങ്ങളോടുകൂടെയാണ് ഇന്ന് ഓരോ രാജ്യവും പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ കാലങ്ങളിലൊക്കെ യൂറോപ്യൻ സംസ്കാരങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് തന്നെ വരികയാണ്. എങ്ങനെയും എന്തും ചെയ്യാവുന്ന ഒരു സാഹചര്യം ഇവിടെ നമ്മൾക്ക് അത് പറ്റില്ല, എന്തും എങ്ങനെയും ചെയ്യാൻ കഴിയില്ല. എന്നെ നോക്കുന്ന, എന്നെ കാണുന്ന, എവിടെ പോയാലും എന്നെ ശ്രദ്ധിക്കുന്ന ഒരു സൃഷ്ടാവിനിക്കുണ്ട്. ആ അല്ലാഹു എന്നെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന ഒരു ചിന്ത നമ്മുടെ ഖൽബിലേക്ക് വരണം. ഇത് വരണമെങ്കിൽ തഖ്വയുണ്ടാവണം. തഖ്വയുണ്ടെങ്കിലേ ഇങ്ങനെ ഒരു പേടി നമ്മുടെ മനസ്സിലേക്ക് വരൂ. ഇങ്ങനെയുള്ള ഒരു പേടിയും ഒരു ഭയവും ജീവിതത്തെ കുറിച്ചുള്ള ഒരു നല്ല കാഴ്ചപ്പാടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനാണ് നോമ്പ് എന്ന് പറയുന്നത്. ശാരീരികമായ ഗുണങ്ങൾ അതിനുണ്ട്, മാനസികമായ ഗുണങ്ങൾ അതിനുണ്ട്, സാമൂഹികമായിട്ടുള്ള ഗുണങ്ങൾ അതിനുണ്ട്. പട്ടിണി കിടന്ന് വെള്ളത്തിന് ദാഹിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, നമുക്കറിയാം ദാഹത്തിന്റെ വില എന്താണ് എന്ന്, നമുക്കറിയാം വിശപ്പിന്റെ വില എന്താണ് എന്ന്. നമ്മൾ ഒരു വഴിയിലൂടെ പോകുമ്പോ വിശക്കുന്നു, ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ അവനെ വെറുതെ വിടാൻ നമുക്ക് കഴിയില്ല. അത് നോമ്പിന്റെ സാമൂഹികമായിട്ടുള്ള ഒരു ഗുണമാണ്. ഏവരെയും ചേർത്ത് പിടിക്കാനും പട്ടിണി കിടക്കുന്നവനെയും ഇല്ലാത്തവനെയും ചേർത്ത് പിടിക്കാനും അതിന്റെ യാതനകളും വിഷമങ്ങളും എന്താണ് എന്ന് മനസ്സിലാക്കാനും സാമൂഹികമായിട്ടുള്ള ഒരു ഗുണം നോമ്പിലൂടെയുണ്ട്. മാനസികമായിട്ടുള്ള പരിവർത്തനം, ശാരീരികമായിട്ടുള്ള ഗുണങ്ങൾ, ഇങ്ങനെ ഭൗതികമായി
നമ്മൾ ചിന്തിക്കുമ്പോഴും ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ അതിനേക്കാൾ അർത്ഥവും അതിനേക്കാൾ വ്യാപ്തിയും നോമ്പിന്റെ യഥാർത്ഥ ലക്ഷ്യവും ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അവന്റെ നാവിൽ നിന്ന് മറ്റൊരാൾ രക്ഷപ്പെടുക, അവന്റെ ചെവിയിൽ നിന്ന് മറ്റൊരാൾ രക്ഷപ്പെടുക, അവൻ ആവശ്യമുള്ളത് മാത്രം കേൾക്കുക, ശരീരം കൊണ്ട് മറ്റൊരാളെ ദ്രോഹിക്കാതിരിക്കുക, എപ്പോഴും ശാന്തനായി കൊണ്ടുള്ളതായ ഒരു പ്രക്രിയ. ഇങ്ങോട്ട് വഴക്കിന് വന്നാൽ പോലും ഞാനില്ലടോ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയുക. എത്ര സുന്ദരമായ കാഴ്ചപ്പാട്, എത്ര സുന്ദരമായ ജീവിതം. ഇത് ഒരു മാസം കൊണ്ട് സ്വായത്തമാക്കി തുടർന്നും നിന്റെ ജീവിതം ഈ രീതിയിൽ ക്രമീകരിക്കാൻ ഉതകുന്ന ഒരു ശൈലിയിൽ നീ പുനഃസ്ഥാപിക്കുക എന്നതാണ് ഓരോ വർഷവും റമളാൻ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെയുള്ള നോമ്പുകാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നോമ്പ് തുറയിലേക്ക് 1000, 2000, 5000 ഒക്കെ ആയിട്ട് തന്ന ആളുകൾ, അതേപോലെ ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് അതിലേക്ക് നമ്മുടെ നോമ്പുതുറയിലേക്ക്, നോമ്പുതുറ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. മൻ ഫത്തറ സ്വാഇമൻ, ആരെങ്കിലും ഒരാൾ ഒരു നോമ്പുകാരനെ നോമ്പുതുറപ്പിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. അതേപോലെ നരകത്തിൽ നിന്ന് അല്ലാഹു തആല അവനെ മോചിപ്പിക്കും എന്നൊക്കെയുള്ള ഹദീസുകളിൽ കാണാം. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, നബിയെ അതിനെ വിശാലമായിട്ട് കൊടുക്കണോ, ബിരിയാണി തന്നെ വെച്ച് കൊടുക്കണോ? അല്ലെങ്കിൽ ബിരിയാണി എന്നല്ല, അത് നമ്മുടെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. നല്ല ഭക്ഷണമായി, ഉയർന്ന ഭക്ഷണമായി നമ്മൾ കാണുന്നത് തന്നെ കൊടുക്കണോ എന്ന അർത്ഥത്തിൽ സ്വഹാബികൾ ചോദിച്ചപ്പോ, ഇല്ല, അവനവനെ കൊണ്ട് കഴിയുന്നത് വെള്ളമാണെങ്കിലും ഈത്തപ്പഴമാണെങ്കിലും ശരി, എന്താണോ നമ്മൾക്കതുകൊണ്ട് കഴിയുന്നത് എങ്കിൽ അത് ചെയ്താലും അതിന് മഹത്വമുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറ്റാവുന്ന ആളുകളൊക്കെ നമ്മുടെ ജമാഅത്തിൽ അതിന് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 100-350ഓളം ആളുകൾ ഇപ്പോ ഡെയിലി നമുക്ക് നോമ്പ് തുറക്കാറുണ്ടാവാറുണ്ട്. അതിന് താല്പര്യമുള്ള ആളുകൾ ഒരു ദിവസത്തെ ഫുള്ള് ചെലവ് 5000 രൂപയാണ്. ഇനി അതല്ല എങ്കിൽ അതിലേക്ക് എത്രയാണോ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എങ്കിൽ അതിൽ പങ്കെടുത്തുകൊണ്ട് ആ ഒരു പുണ്യകർമ്മത്തിൽ പങ്കാളികളാവാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കോശേരി പറമ്പിലൂടെ നമ്മുടെ പള്ളിക്കിടെ വരുമാനത്തിന് വേണ്ടി നമ്മൾ നിർമ്മിക്കുന്നതായ ആ ഒരു കെട്ടിടം ഏകദേശം അതിന്റെ തട്ട് വാർക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും അതിലേക്ക് ഒരുപാട് ക്യാഷുകൾ നമുക്ക് വേണം. 1 സ്ക്വയർ ഫീറ്റ് 2000 രൂപ വെച്ചാണ് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചത്. കുറെ ആളുകൾ അത് ഏറ്റെടുത്തിട്ടുണ്ടായി. ഏറ്റെടുത്ത ആളുകൾ ഇനിയും നൽകാനുണ്ട്. റമളാൻ തീരുന്നതിന് മുമ്പ് എല്ലാവരും അത് നൽകുക. ഇനി ഉദ്ദേശിക്കുന്ന ആളുകൾ ഒരു 2000 രൂപയാണ് 1 സ്ക്വയർ ഫീറ്റ്. എപ്പോഴും ഞാൻ സൂചിപ്പിക്കുന്നത് പോലെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയാൽ ഒറ്റയടിക്ക് എത്ര പെട്ടെന്നാണ് നമ്മുടെ ക്യാഷുകളൊക്കെ പോകുന്നത്. നമ്മൾ നമ്മളുടെ ഒരു അക്കൗണ്ടിൽ നമ്മൾ സൂക്ഷിപ്പുക സ്വത്തായി വെച്ചിട്ടുള്ളതായ കാശുകൾ എത്ര പെട്ടെന്നാണ് പോകുന്നത്. അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ജാരിയായ സ്വതക്കയായി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്വത്താണ്. നമ്മൾ മരിച്ചാലും അത് മാത്രമേ നമുക്ക് അവിടെ നിലനിൽപ്പായി ഉണ്ടാവുകയുള്ളൂ. 1 സ്ക്വയർ ഫീറ്റ് 2000 രൂപ. അതിൽ പറ്റാവുന്ന ആളുകളൊക്കെ അതിൽ ഭാഗവാക്കുകളായി കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഞാൻ മരിച്ചാൽ എനിക്ക് എന്റെ ബാങ്ക് ബാലൻസ് ഒന്നും ഉപകാരപ്പെടൂല. അതിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതാണ് ഇന്ന് മുതൽ എന്റെ പരലോകത്തേക്ക് ഉണ്ടാവുക എന്ന് ഞാൻ ചിന്തിക്കണം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അതുകൊണ്ട് ഒരു 2000 രൂപയല്ലോ 1 സ്ക്വയർ ഫീറ്റ് നമ്മളെ കൊണ്ട് എത്രയാണ് കഴിയുന്നത് എങ്കിൽ അതിലേക്ക് സഹകരിച്ച് അത് നോമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ എല്ലാ പണികളും പൂർത്തിയാക്കി നല്ല രീതിയിലാക്കണം. എല്ലാ ആളുകളും സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നല്ലൊരു വാക്കുകൊണ്ടെങ്കിലും 1ഉം 2ഉമായി 1ഉം 5ഉം 6ഉം 7ഉം 10ഉം ഒക്കെ സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്തുകൊണ്ട് അതിലേക്ക് സഹകരിച്ചവരുണ്ട്. അല്ലാഹുവേ, അവർക്കും ഇനി സഹകരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പള്ളിയിലേക്ക് ഒരു സഹോദരൻ 313 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ, എന്താണോ അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.